السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد, ആവശ്യമെന്തുണ്ടെങ്കിലും വേണ്ട റബ്ബിന്റെ വാതിൽ മുട്ടണം മടിക്കേണ്ട. തുറക്കും ക്ഷണം അത് സോദര വിധിയുള്ളതാ. ഖുർആനിലായി നമ്മോട് പ്രഖ്യാപിച്ചതാ. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എന്റെ പ്രിയം ശ്രവിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സമാഗതനായതിന്റെ ഉദ്ദേശം പ്രാർത്ഥന മുഅ്മിനിന്റെ ആയുധം എന്ന വിഷയത്തെ നിങ്ങളുമായി സംവദിക്കാനാണ്. അതിനെന്നെ തുണച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വഫീ കുല്ലി മഖാം. ബഹുമാനിരെ, ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആരാധനകളുടെ മർമ്മമാണ് അവന്റെ പ്രാർത്ഥനയുടെ സാന്നിധ്യമില്ലാത്ത ഇബാദത്തുകൾ മജ്ജ നഷ്ടപ്പെട്ടു വരും ശരീരത്തെ പോലെ എന്നാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രാർത്ഥന കൈവിടല്ലേ, അല്ലാഹുവിന്റെ മുന്നിൽ കേണപേക്ഷിക്കുന്നത് ഒഴിവാക്കല്ലേ. നിത്യജീവിതത്തിൽ പ്രാർത്ഥനയുടെ സാന്നിധ്യമില്ലെങ്കിൽ ദുനിയാവിലും ആഖിറത്തിലും രക്ഷയുണ്ടാകില്ല എന്നതിന് സംശയമില്ല. തന്റെ നേരെ ചീറിയെടുക്കുന്ന ശത്രുവിന്റെ മൂർച്ചയേറിയ വെട്ടിത്തിളങ്ങുന്ന ആയുധങ്ങളെ നിർവീര്യമാക്കാനും കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഈമാൻ നെഞ്ചോട് ചേർത്ത് വെച്ച് ജീവിതം മുന്നോട്ട് നയിക്കാനും പ്രാർത്ഥനയുടെ സാന്നിധ്യത്തിൽ സാധിക്കുകയില്ല. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദുആഹു സിലാഹുൽ മുഅ്മിൻ, പ്രാർത്ഥന മുഅ്മിനിന്റെ ആയുധമാണ്. ഏത് അവസരത്തിലും ഏത് പ്രയാസഘട്ടത്തിലും സൃഷ്ടികളുടെ മുമ്പിൽ സങ്കടം പറയുന്നതിന് മുമ്പ് സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ മനസ്സ് തുറക്കാൻ നമുക്ക് സമയമുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. കൂമ്പാരമായി കിടക്കുന്ന തെറ്റുകുറ്റങ്ങളെ മായ്ച്ചു കളയാൻ അല്ലാഹുവിനോട് കേണപേക്ഷാധികാൻ സാധിക്കുകയില്ല. വേണ്ട, ആയുധ സജ്ജീകരണങ്ങളില്ലാതെ ബദറിലും ഉഹദിലും എന്തെങ്കിലും കടന്നു വന്ന മറ്റു യുദ്ധങ്ങളിലുമൊക്കെ കടന്നു വന്ന വിജയം കൈവരിക്കാൻ സാധിച്ചത് ദൃഢമായ വിശ്വാസവും പ്രാർത്ഥനയും കൊണ്ട് മാത്രമാണ്. ധാരാളം സമയങ്ങളിലും ഒട്ടനവധി സാഹചര്യങ്ങളിലും അല്ലാഹു വേഗം ഉത്തരം നൽകുന്ന ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. നാം പ്രാർത്ഥിക്കണം, നമ്മുടെ ദുഃഖങ്ങളും വേവലാതികളും അല്ലാഹുവിനോട് പങ്കുവെക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.